മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ PA ആയിരുന്ന A. സുരേഷിനെ പാലക്കാട് മലമ്പുഴയിൽ മത്സരിപ്പിക്കാൻ UDF നീക്കം. സ്വതന്ത്രനായി മത്സരിപ്പിക്കാനാണ് നീക്കം. ഇത് സംബന്ധിച്ച കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾ സുരേഷിനെ കണ്ട് സംസാരിച്ചു. ഇടതുകോട്ടയായ മലമ്പുഴയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ദീർഘകാലം VSന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു സുരേഷ്. അതേസമയം കോൺഗ്രസ് നേതാക്കൾ തന്നെ സമീപിച്ചിരുന്നുവെന്നും എന്നാൽ മത്സരിക്കുന്നതിന്റെ കാര്യത്തിൽ നേതാക്കളെ തീരുമാനം താൻ അറിയിച്ചിട്ടില്ല എന്നും സുരേഷ് പറയുന്നു. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ട് 11 വർഷമായി. എന്നാൽ ഇപ്പോഴും ഇടത് അനുഭാവിയായി തുടരുകയാണ്. മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും A. സുരേഷ് പറഞ്ഞു. കോൺഗ്രസ് ലീഡേഴ്സ് KPCC ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ സംസാരിച്ചിരുന്നു. ഇത് മാത്രമല്ല പല കാര്യങ്ങളും എന്നോട് സംസാരിച്ചിരുന്നു. തൽക്കാലം ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല. ഞാനിപ്പോഴും ഒരു ഇടതുപക്ഷ അനുഭാവിയായി തുടരുക തന്നെയാണ്. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് 10-ലേറെ കൊല്ലമായി. ഞാനൊരു 3 അപ്പീൽ സംസ്ഥാന സെക്രട്ടറിക്കും കൊടുത്തു, ഒരു അപ്പീൽ പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കും കൊടുത്തു. ഇതുവരെയായിട്ടൊരു മറുപടി പോലും തന്നിട്ടില്ല. എന്നിട്ട് ഞാൻ പാർട്ടി അനുഭാവിയായി ഇടതുപക്ഷ അനുഭാവിയായിട്ട് ഞാൻ തുടരുകയാണ്. ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത്തരം കാര്യങ്ങൾ കൊടുത്ത വാർത്തയെ സംബന്ധിച്ചൊരു തീരുമാനം എൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തിപരമായി ഞാൻ എടുത്തിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് 11 വർഷമായി എന്തായാലും താൻ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ PA ആയിരുന്ന A. സുരേഷിനെ പാലക്കാട് മലമ്പുഴയിൽ മത്സരിപ്പിക്കാനാണ് UDFന്റെ നീക്കം. എന്തായാലും താൻ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് തൽക്കാലം ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല. എന്തായാലും 11 വർഷമായി താൻ ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ട് എന്നാൽ ഇപ്പോഴും ഇടത് അനുഭാവിയായി തുടരുകയാണ്. മറ്റൊരു പാർട്ടിയിലേക്ക് താൻ പോകാൻ തീരുമാനിച്ചിട്ടില്ല. കോൺഗ്രസ് നേതൃത്വം തന്നെ കണ്ട് സംസാരിച്ചിരുന്നു. ഇടത് കോട്ടയായ മലമ്പുഴയിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. തന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചൊരു പ്രതികരണമോ മറുപടിയോ ഒന്നും തന്നെ എന്തായാലും കോൺഗ്രസ് നേതാക്കളെ താൻ അറിയിച്ചിട്ടില്ല എന്നതാണ് A. സുരേഷിന്റെ പ്രതികരണം.